നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈദ്യുതി തൂണുകളിലെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുവാൻ KCBL തയ്യാറാകണമെന്ന് COA കാസർഗോഡ് ജില്ലാ സമ്മേളനം. 2 ദിവസങ്ങളിലായി കാസർഗോട്ടാണ് സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനം, വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഓപ്പറേറ്റർമാർ പങ്കാളികളായി. മന്നിപ്പാടിയിലെ സന്ദേശിന്റേത് തൂങ്ങി മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത വ്ലോഗർ ചിന്നുപ്പാപ്പു എന്ന രേഷ്മയുടെ ആൺസുഹൃത്തായ സന്ദേശിനെ ഇന്നലെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പൈവളികെ പ്രദേശത്തെ മുഹമ്മദ് എന്ന വ്യക്തിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ ഹിയറിംഗ് നടത്തി. വ്യാജ പരാതിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ. കാസർഗോഡ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്നു. എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ റിപ്പബ്ലിക് വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഇവിടെ സമാപിച്ചു. ശിവരാത്രി ആഘോഷം. കാസർഗോഡ് ഗുഡ്ഡേശ്വരി മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ 65ാമത് ഭജന മഹോത്സവം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് RK മാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി തൂണുകളിലെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുവാൻ KCBL തയ്യാറാകണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. അടിപതരാത്തൊരു പ്രസ്ഥാനോ അതാണ് നമ്മുടെ പ്രസ്ഥാനോ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് RK മാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. COA സ്ഥാപക നേതാവ് NH അൻവറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV വ്യവസായം ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഗൾഫ് യുദ്ധ സമയത്താണ്. അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്ന സമയം, അതിനു മുമ്പ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച സമയം. ആ സമയത്താണ് കേരളത്തിൽ കേബിൾ TV വ്യവസായം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രചാരം കിട്ടുന്നത്. കാരണം ആ ഗൾഫ് യുദ്ധ വാർത്തകളുമായി CNN പോലുള്ള BBC പോലുള്ള അന്താരാഷ്ട്ര ചാനലുകൾ ആ ഗൾഫ് യുദ്ധ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്നതിനായി അന്ന് ആളുകൾക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നത് കൊണ്ട് അന്ന് പ്രചാരത്തിലില്ലായിരുന്ന കേബിൾ TVയുടെ സേവനത്തെ വിപുലപ്പെടുത്താൻ ആ യുദ്ധം സഹായകരമായിട്ടുണ്ട്. അങ്ങനെ 1990കളിൽ ആരംഭിച്ച കേബിൾ TV വ്യവസായം അതിനുശേഷം ഈ മേഖലയിലേക്ക് ആദ്യം 1992-93 കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ ആരംഭിക്കുന്നു. പിന്നീട് അതിനുശേഷം അതിന്റെ തുടർച്ചയായി ACV എന്ന കമ്പനി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെയാണ് ചരിത്രപരമായ ഒരു പോരാട്ടത്തിന് നാം തുടക്കം. നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന കോർപ്പറേറ്റ് സ്വഭാവമുള്ള
ഒരു കമ്പനിയാണ് ACV എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തുരുത്തുകളിൽ സ്വതന്ത്രമായി നെറ്റ്വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു കേരളത്തിലെ ചെറുകിട മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരിൽ ഭൂരിപക്ഷം. നമ്മുടെയൊക്കെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സമാഹരിച്ചുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന ഡിജിറ്റലൈസേഷൻ എന്ന വലിയ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന KCCL എന്ന നമ്മുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് നമ്മൾ രൂപം കൊടുത്തപ്പോ ഒരു മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ എന്ന ലൈസൻസ് KCCL കമ്പനി കരസ്ഥമാക്കിയപ്പോ അന്നു മുതൽ നമ്മൾ ഒരു മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർമാരായി മാറി. ആ KCCL എന്ന കമ്പനിക്ക് രൂപം കൊടുത്ത അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത തുടക്കക്കാരിൽ പ്രഥമസ്ഥാനീയനാണ് നമ്മുടെ പ്രിയങ്കരനായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കേരളത്തിന്റെ മൊത്തം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അഭിമാനമായ ശ്രീ NH അൻവർ. കേരള വിഷന്റെ ഓഹരി ഉടമകളിൽ അതിന്റെ ഫോളിയോ നമ്പർ 1 അൻവർക്കയുടെ പേരിലാണ്. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബൈജുരാജ് CP അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാഴുന്നോറടി, തിടമ്പ് നൃത്തത്തിനുള്ള ഫോക്ലോർ അവാർഡ് നേടിയ ഉപേന്ദ്ര അക്കിത്തായ എന്നീ ഓപ്പറേറ്റർമാരെ സമ്മേളനത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ P വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും, K രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL ഡയറക്ടർ K പ്രദീപ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL ഡയറക്ടറുമായ M ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, CCN MD TV മോഹനൻ, മേഖലാ ഭാരവാഹികളായ പാർത്ഥസാരഥി, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കേരള വിഷൻ മംഗലാപുരത്ത് പുതുതായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് വിതരണ സ്ഥാപനമായ KCCL കൂഡ്ലയുടെ ലോഗോ പ്രകാശനവും നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. 182 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി തൂണുകളിലെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള റോ പ്രകാരം നിശ്ചയിച്ച 100 രൂപയുടെ ഹൈക്കോടതി വിധി നടപ്പിലാക്കുവാൻ KCBL തയ്യാറാകണമെന്നും കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് തൊഴിൽ സുരക്ഷയും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ജില്ലാ പ്രാദേശിക ചാനലുകൾക്ക് PRD അഫിലിയേഷൻ ലഭ്യമാക്കണമെന്നും കാസർഗോഡ് ജില്ലയിലൂടെ കടന്നുപോകുന്ന NH66ന്റെ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ടു. COA ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി മനോജ് കുമാർ VVയെ പ്രസിഡന്റായും, ഗിരീഷ് കുമാറിനെ വൈസ് പ്രസിഡന്റായും, ഹരീഷ് P നായരെ സെക്രട്ടറിയായും, സുനിൽ കുമാർ KA ജോയിന്റ് സെക്രട്ടറിയായും, വിനോദ് PA ട്രഷററായും തിരഞ്ഞെടുത്തു. പ്രദീപ് കുമാർ K, ദിവാകര K എന്നിവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. വൈകുന്നേരത്തോടെ മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ അണിനിരന്നു. ശിങ്കാരിമേളം, മുത്തുകുടകൾ, ഡൊള്ളു, പുലിക്കളി എന്നിവ വിളംബര ജാഥയ്ക്ക് പ്രൗഢിയേകി. വർണ്ണക്കാഴ്ചകൾ നിറഞ്ഞ ഘോഷയാത്ര നഗരത്തിന് ഉത്സവ നിറവ് പകർന്നു.
നഗരം ചുറ്റിയ ഘോഷയാത്ര പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നെല്ലിക്കുന്ന് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നത്, ഞങ്ങൾ ശ്രദ്ധിക്കാത്ത മേഖലകളെക്കുറിച്ച് ഞങ്ങൾക്ക് താല്പര്യം നൽകുന്നത്, ഞങ്ങൾക്ക് ചില അവഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങളോട് താതാത്മ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഇതുപോലെയുള്ള പ്രാദേശിക ചാനലുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഇപ്പോൾ MLAമാർ എന്ന നിലയിൽ ഞങ്ങൾ ശോഭിക്കുന്നത് തന്നെ കേരള വിഷനും അതുപോലെ തന്നെ KCN ഇപ്പോൾ പോലെയുള്ള പ്രാദേശിക ചാനലുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഭീഷണികൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് സമരം നടത്തിയിരുന്നു. ആ സമരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. KCBയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഭീഷണി, അതൊക്കെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നിലവിലുള്ളതുകൊണ്ട് അതൊക്കെ പരിഹരിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഭീഷണി ഈ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാ ആളുകളും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ വസ്തുതാപരമാണോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. MLA AK മഷ്റഫ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, അനിൽ വാഴുന്നോറടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഏതായാലും ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ 21 കൂടി നിങ്ങൾ മംഗലാപുരത്ത് കൂടി പുതിയ ഓഫീസിൻ്റെ വർക്കൊക്കെ നടന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ചൈത്രയാത്ര തുടരുന്നു എന്നുള്ള ഒരു സന്തോഷവും കൂടി കേൾക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ഞങ്ങൾ എപ്പോഴും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട അന്നുച്ചാനെ ഓർമ്മിക്കാതെ നമുക്കൊരു പ്രോഗ്രാമും പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയ ഒരു വലിയ മനുഷ്യനാണ്. തീർച്ചയായും ഞാനുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് ഈ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മേഖലയിലും ധാരാളം ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായും ബഹുമാന്യ MLA ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്വാഗത സംഘം ചെയർമാൻ ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, ജില്ലാ ട്രഷറർ P വിനോദ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, MD TV മോഹനൻ, വിവിധ മേഖലാ ഭാരവാഹികളായ K ദിവാകര, പ്രകാശ്, ബൈജുരാജ് CP എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു. കാസർഗോഡ് RK മാളിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തിയതോടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനം ആരംഭിച്ചു. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COA സംസ്ഥാന സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മന്നിപ്പാടിയിലെ സന്ദേശിൻ്റേത് തൂങ്ങി മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത വ്ളോഗർ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആൺസുഹൃത്താണ് സന്ദേശ്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദം മൂലമെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. 2 ആത്മഹത്യകളിലും പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആൺസുഹൃത്ത് മന്നിപ്പാടി സ്വദേശി സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം തൂങ്ങിമരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ സന്ദേശ് ജീവനൊടുക്കിയത്. കടുത്ത മാനസിക സമ്മർദ്ദവും മാനഹാനിയുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ഇരുവരും താമസിച്ചിരുന്ന ആസാദ് നഗറിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിനു പിന്നിൽ സന്ദേശാണെന്ന തുടക്കത്തിൽ സംശയം ഉയർന്നിരുന്നു. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി. പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പമാണ് സന്ദേശിനെ വിട്ടയച്ചത്. ഇതിനു പിന്നാലെ സന്ദേശിനു നേരെ വൻതോതിൽ സൈബർ ആക്രമണം നടന്നിരുന്നതായി പറയുന്നു. ഇതിലുള്ള മാനസിക വിഷമമായിരിക്കാം ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നും സംശയിക്കുന്നു. അതേസമയം ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ പൈവളികെ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പൗരത്വമില്ല എന്നാരോപിച്ച് മുഹമ്മദ് എന്ന വ്യക്തിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ഫോം 7 പ്രകാരം സമർപ്പിച്ച പരാതിയിൽ നിയമാനുസൃതമായ ഹിയറിംഗ് നടത്തി.
പരാതിക്കാരൻ ഹിയറിംഗിൽ ഹാജരായെങ്കിലും ആരോപണത്തെ പിന്തുണയ്ക്കുന്ന യാതൊരു രേഖാപരമായ തെളിവും സമർപ്പിക്കുവാൻ സാധിച്ചില്ല. വ്യാജ പരാതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഹിയറിംഗിൽ നടത്തിയ രേഖാപരിശോധനയും വിവരശേഖരണവും അടിസ്ഥാനമാക്കി സമർപ്പിച്ച പരാതി അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനാൽ മുഹമ്മദിന്റെ പേര് നിലവിലെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ ഉത്തരവിട്ടു. പരിശോധനയിൽ സമർപ്പിച്ച പരാതി മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നൽകിയതാണെന്ന് കണ്ടെത്തിയതിനാൽ ഇത് ജനപ്രാതിനിധ്യ നിയമം 1950 സെക്ഷൻ 31 പ്രകാരമുള്ള ശിക്ഷാർഹമായ കുറ്റമായി പരിഗണിക്കുന്നുവെന്നും അതനുസരിച്ച് ബന്ധപ്പെട്ട വ്യക്തിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്നതാണ്. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായി ഫോം 7 പ്രകാരം എതിർപ്പ് സമർപ്പിക്കുന്നത് നിയമപരമായ അവകാശമാണെങ്കിലും ഉദ്ദേശപൂർവ്വം വ്യാജ വിവരങ്ങൾ നൽകി ജനാധിപത്യ പ്രക്രിയയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ കടുത്ത നിയമ നടപടികൾക്ക് വിധേയമാകും. സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനായി വോട്ടർ പട്ടികയുടെ ശുദ്ധിയും കൃത്യതയും നിർണായകമാണ്. അടിസ്ഥാനരഹിതവും വ്യാജവുമായ പരാതികൾ പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയും നിയമപ്രക്രിയയിൽ സഹകരിക്കുകയും ചെയ്യണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്നു. എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ബസ് ഉടമകളായ കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ, എൻമകജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ AV പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ബസ് ഉടമകളുടെ മക്കളായ SSLC+2 വിജയികളായ മാനസിർ, ഹിന ഫാത്തിമ എന്നിവരെയും സജി പ്രസാദ് അനുമോദിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് മുൻ ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജിയുടെ സ്മരണാർത്ഥം KC മാഹിൻ ഹാജി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KN ബാലകൃഷ്ണൻ, സെക്രട്ടറി CA മുഹമ്മദ് കുഞ്ഞി, ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ്, സെക്രട്ടറി T ലക്ഷ്മണൻ, കാർത്തിക് രാജ്, രാജേഷ് യു, ശശിധർ റൈ എന്നിവർ സംസാരിച്ചു. ചെയ്ത കാര്യങ്ങളും ഉള്ള കാര്യം നിങ്ങളോടൊന്ന് സമ്മതിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഞാൻ കഴിവതും ഞാൻ എൻ്റർടൈൻ ചെയ്തത് ബസ്സിൻ്റെ ഉടമസ്ഥരെയാണ്. ഞാൻ അവരുമായിട്ടാണ് ഞാൻ സമ്മതിക്കാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതായിരുന്നു എൻ്റെ ഒരു വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണമെന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആൾക്കാരെ കുറച്ച് സമയം കൊണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരെ എന്നെ ഫോൺ ചെയ്യുകയും പല ആൾക്കാരും എന്നോട് നേരിട്ട് വന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു പ്രീജിയസ് മൈൻഡോടുകൂടി ഒരു കാര്യങ്ങളെ ഞാൻ സമീപിച്ചിട്ടില്ല. കാസർഗോഡ് എന്നല്ല, ഞാൻ ഒരിടത്തും ഞാൻ സമീപിച്ചില്ല. ഒരു മുൻവിധികളോടുകൂടി ഞാൻ ആരോടെയും സംസാരിച്ചു. ആരെങ്കിലും ഒരാൾ വരുമ്പോൾ പിന്നെ ആരെൻ്റെ അടുത്ത് ഒരു ആവശ്യകതയായിട്ട് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അവരെ കേൾക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു. എന്താണ് ആ കാരണമെന്നുള്ളത് ഞാൻ കണ്ടെത്തിയിട്ട് എനിക്ക് പ്രതിനിധി ചെയ്യാൻ പറ്റുമോ? അവർക്ക് മനുഷ്യത്വപരമായിട്ടും മറ്റേ ചിലപ്പോൾ നിയമത്തിന് മേളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ മനുഷ്യത്വപരമായി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഞാൻ അതിൽ പോലും ഞാൻ ഇടപെട്ടില്ല. എന്തു തന്നെയായാലും കാസർഗോഡ് ഈ ഓഫീസിൽ നിന്ന് ഞാൻ ഇതേപോലെ തന്നെ പോയപ്പോൾ ആരെയും അറിയിച്ചില്ല. ഞാൻ കാസർഗോഡ് ഓഫീസിൽ നിന്ന് പോകുന്നതിന് ഞാൻ ഒരു 15 ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്തിരുന്നു. അത് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലീവ് എടുത്താണ് 15 ദിവസം തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് പോയത്. ആ സമയത്താണ് എനിക്ക് ആലപ്പുഴയിലേക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങുകയും പകരം ഒരാൾ കൂടെ ചാർജ് വരികയും അദ്ദേഹം വരികയും എനിക്ക് അതുകൊണ്ട് തിരിച്ചുകൂടെ വീണ്ടും നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞിട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല. രാധാകൃഷ്ണൻ S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർദ്ദേശപ്രകാരം കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ റിപ്പബ്ലിക് വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഇതോടെ റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടികൾ സമാപിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ റിപ്പബ്ലിക് വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഇതോടെ റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടികൾ സമാപിച്ചു. നേരത്തെ അക്ഷര കരോൾ, ക്യൂസ്, ചിത്രരചനാ മത്സരം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വിജ്ഞാന സദസ്സ് കുമ്പള പഞ്ചായത്ത് അംഗം അബ്ബാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
ഗ്രന്ഥാലയം പ്രസിഡന്റ് അഷ്റഫ് കൊടിയമ്മ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഐ മുഹമ്മദ് റഫീഖ് സ്വാഗതം പറഞ്ഞു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് കുമാർ സി വിഷയാവതരണം നടത്തി. അബ്ദുൾ ഖാദർ വിൽഡ്രോഡി, BP അബ്ദുൾ റഹിമാൻ, മാക്സിം റോസ്റ്റൻ ഡിസോസ, അബൂബക്കർ പൂക്കട്ട, മുഹമ്മദ് കുഞ്ഞി ചീർത്തോടി, സിദ്ദിഖ് ചെങ്കിനടുക്കം, അബ്ബാസ് MMK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് മണ്ഡലം പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ഹോം കെയർ വിസിറ്റിന് തുടക്കമായി. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കാസർഗോഡ് മണ്ഡലം പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ഹോം കെയർ വിസിറ്റിന് തുടക്കമായി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും PTH ചെയർമാനുമായ PM മുനീർ ഹാജി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് AM കടവത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, ട്രഷറർ KB കുഞ്ഞാമു ഹാജി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാഷിം കടവത്ത്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KM ബഷീർ, ജനറൽ സെക്രട്ടറി ഹമീദ് ബെദിര, PTH ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ, മണ്ഡലം PTH ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി, നഗരസഭാ കൗൺസിലർമാരായ അമീർ പള്ളിയാൻ, മെഹ്റുന്നിസ, മുസമ്മിൽ TH, ബി ഫാത്തിമ ഇബ്രാഹിം, ബഷീർ വോളിബോൾ, അബ്ദുള്ള മാഹിൻ, ഖലീൽ KK പുറം, അബൂബക്കർ അക്കി, ഡോക്ടർ അഭിരാം യശോദ, ഷമീമ ബാങ്കോഡ്, മൂസ ബാസിദ്, ഷഹീദ അഷ്റഫ്, ഹാജിറ അബ്ദുൾ റഹ്മാൻ ചക്കര, ഹാഷിർ മൊയ്തീൻ, കമറുദ്ദീൻ തായൽ, ഇഹിഷിദം വാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇപ്പോൾ 700ഓളം രോഗികൾ ഇതുപോലെ നമ്മൾ അവരെ ഈ യൂണിറ്റിൻ്റെ പരിചരണത്തിലുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ അവസ്ഥകൾ. ആ വീടിൻ്റെ അകത്ത് മാത്രമാണ് അവരുടെ ആശ്രയം. അവർക്ക് വേണ്ടി അവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇത് പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും. ഇതിൻ്റെ വോളണ്ടിയർമാരോടൊപ്പം മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ നേതാക്കളാണ്. അവരെല്ലാവരും ഇവരോടൊപ്പമുണ്ട്. ഈ രോഗികൾ തനിച്ചല്ല, ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കാസർഗോഡ് ഈ മണ്ഡലത്തിലെ മുഴുവൻ രോഗികളെയും ഒന്ന് സന്ദർശിക്കുക, ഗൃഹസന്ദർശനം എന്ന പരിപാടിയിലൂടെ ആരംഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഈ രോഗികളോടൊപ്പം എല്ലാത്തിലും കൂടെ ഉണ്ടാകാറുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഡോക്ടർമാർ വന്ന് പരിശോധിക്കും. നേഴ്സുമാർ 1-2 പ്രാവശ്യം, മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വന്ന് ആ രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് വേണ്ട പരിചരണം നൽകാറുണ്ട്. അവർക്ക് വേണ്ട മരുന്നുകൾ നൽകാറുണ്ട്. മരുന്നുകൾ പാലിയേറ്റീവ് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി തന്നെ നൽകുന്ന ഒരു സംരംഭമാണ്. അത് കേരളത്തിൽ ഈ പറയുന്ന 50 യൂണിറ്റുകളിലുണ്ട്. കാസർഗോഡ് യൂണിറ്റിൽ വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാവിധ രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതമായിട്ട് മുഴുവൻ ആളുകളെയും അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നാണ്. ആ പുഞ്ചിരി പോലും ഒരു അനുഗ്രഹമാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. അവരെ ഒന്ന് ഇങ്ങനെ സാന്ത്വനിപ്പിച്ച് ഒന്ന് കൈതട്ടി ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും അവർ ജീവിതത്തിലേക്ക് ഇങ്ങനെ എണീറ്റ് വരും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എത്രയോ ആളുകൾ കിടപ്പിലായ രോഗികൾ, നമ്മുടെ ബെഡിലായ ആളുകളെയാണ് ഇപ്പോൾ നമ്മുടെ PTHൻ്റെ ടീം സന്ദർശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ഏതെന്ന് ചോദിച്ചാൽ രോഗികളെ സാന്ത്വനിപ്പിക്കുക എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ PTH നടത്തുന്ന ഈ സേവനം വലിയ ഒരു സേവനമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 20 മുതൽ 22 വരെ കാലിക്കടവിലും തൃക്കരിപ്പൂരിലുമായി നടക്കും. ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 600 പേർ പങ്കെടുക്കും. വേൾഡ് ബേസ്ബോൾ ആൻഡ് സോഫ്റ്റ്ബോൾ കോൺഫെഡറേഷന്റെ കീഴിൽ അമേച്വർ ബേസ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിലാണ് കേരളത്തിൽ 2 പതിറ്റാണ്ടായി ബേസ്ബോൾ സജീവമായിട്ടുള്ളത്. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അംഗീകാരമുള്ള ബേസ്ബോളിന്റെ സബ് ജൂനിയർ വിഭാഗത്തിൽ ആദ്യമായാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലും കാലിക്കടവിലുമായി നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നിന്നും ദേശീയ മത്സരത്തിലേക്കുള്ള സംസ്ഥാന ടീമിന്റെ തെരഞ്ഞെടുപ്പും നടക്കും. 3 ദിവസം നീളുന്ന ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 20 വൈകുന്നേരം 3 കാലിക്കടവ് മൈതാനത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും.
സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് മുഖ്യാതിഥിയായിരിക്കും. ഫെബ്രുവരി 22 വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നുമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒഫീഷ്യൽസും ഉൾപ്പെടെ ചാമ്പ്യൻഷിപ്പിൽ 600 പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാസർഗോഡ് ജില്ല ഈ ചാമ്പ്യൻഷിപ്പ് പ്രാവശ്യത്തെ സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ചാമ്പ്യൻഷിപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. റംസാൻ മാസത്തിലാണ് ഇത് നടക്കുന്നതെന്നെങ്കിലും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളത് നീട്ടിവെക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ സ്കൂൾ എക്സാമും അതൊക്കെ പിന്നെ കാലാവസ്ഥ ചൂടും കൂടുന്നതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാർച്ച് അവസാനത്തിന് മുമ്പ് ഈ ചാമ്പ്യൻഷിപ്പുകൾ തീർക്കണമെന്നുള്ള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി അശോകൻ, ബേസ്ബോൾ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KPCC മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി AGC ഹംലാദ്, സംഘാടക സമിതി കൺവീനർ കരീം ചന്ദേര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവർക്കായി ഫെബ്രുവരി 21 വൈകുന്നേരം കാലിക്കടവിൽ ഇഫ്താർ സംഗമം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചൊവ്വാഴ്ച, അതായത് ഫെബ്രുവരി 17 സ്കൂളിൽ +2 വാർഷിക പരീക്ഷയാണ്. പക്ഷേ അച്ഛൻ്റെ ഓർമ്മകളുറങ്ങുന്ന ഇടയിലക്കാട്ടെ വീട് ബാങ്ക് ജപ്തി ചെയ്യുമോ എന്ന ആദിമൂലം അർജുന് പുസ്തകം കയ്യിലെടുക്കുവാനാവുന്നു പോലുമില്ല. ഇരട്ട പരീക്ഷകളാണ് ഫെബ്രുവരി 17 എന്ന ദിവസം അർജുൻ നേരിടേണ്ടത്. +2 മാതൃകാ പരീക്ഷയും ബാങ്കിൻ്റെ ജപ്തിയും. ഈ വിദ്യാർത്ഥിക്ക് താങ്ങാവുന്നതിൽ അധികമാണ് ഇതെല്ലാം. പഠിക്കാൻ പോയിട്ട് മിക്കപ്പോഴും ചിരിക്കാനോ ഉണ്ണാനോ ഉറങ്ങാനോ കഴിയുന്നില്ല. ചില ദിവസങ്ങളിൽ അവൻ സ്കൂളിലെത്താറുമില്ല. അർജുന് പേടി പരീക്ഷയല്ല, ബാങ്കിൻ്റെ നോട്ടീസ് വന്നതോടെ തൻ്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. തൃക്കരിപ്പൂർ ടൗണിൽ ദീർഘകാലം വ്യാപാരിയായിരുന്ന ഇടയിലക്കാട്ടെ പരേതനായ വി സുനിലിൻ്റെ മകനാണ് K അർജുൻ. 2021 രോഗബാധിതനായാണ് സുനിൽ മരിച്ചത്. ഇടയിലക്കാട്ടെ തൻ്റെ വീട് നിർമ്മാണത്തിനായാണ് സുനിൽ കാനറ ബാങ്ക് തൃക്കരിപ്പൂർ ബ്രാഞ്ചിൽ നിന്നും വായ്പ എടുക്കുന്നത്. സുനിലിൻ്റെ മരണത്തോടെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. പാരമ്പര്യ സ്വത്തിൻ്റെ വിഹിതം കിട്ടിയപ്പോൾ ചെറിയ തുക അടക്കാൻ കഴിഞ്ഞതല്ലാതെ വായ്പ പൂർണ്ണമായും അടച്ചു തീർക്കാൻ കുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല. ബാങ്ക് വായ്പയുടെ കുടിശ്ശികയും മറ്റ് കടബാധ്യതകളും കുടുംബത്തെ നിരന്തരം മാനസിക സംഘർഷങ്ങളിലേക്ക് നയിച്ചിരുന്നു. ഇതിനിടയിലാണ് വീടും സ്ഥലവും ലേലം ചെയ്യാനുള്ള ബാങ്കിൻ്റെ തീരുമാനം. ഫെബ്രുവരി 17 ചൊവ്വാഴ്ചയാണ് ബാങ്ക് ലേലം തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ 10 ദിവസമായി വീട് ബാങ്ക് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. 8,12,950 രൂപയാണ് ബാങ്കിന് ലഭിക്കേണ്ടത്. 19,62,000 രൂപയാണ് വീടിനും 17.75 സെന്റ് സ്ഥലത്തിനും ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ളത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ തുക. നിലവിൽ വിദ്യാർത്ഥിയായ അർജുൻ മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. അമ്മയുടെ പുനർവിവാഹത്തോടെ ഒറ്റക്കായ അർജുനും ചേച്ചിയും അമ്മുമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. ചേച്ചിയുടെ വിവാഹത്തോടെ ഒറ്റയ്ക്കായ അർജുൻ ചെറുവത്തൂർ മുണ്ടക്കണ്ടത്ത് വീട്ടിലാണ് നിലവിൽ താമസം. പഠനശേഷം സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തി വായ്പ തിരിച്ചടക്കുമെന്ന് അർജുൻ പറയുമ്പോൾ അതുവരെ സാവകാശം നൽകാൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് നടപടി വേണമെന്നാണ് ഈ വിദ്യാർത്ഥിയുടെ അഭ്യർത്ഥന. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാഠപുസ്തകങ്ങളുടെ പരിധിക്കപ്പുറം യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സമ്പന്നമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ചത്തൂർ പീസ് സ്കൂൾ പരിസരത്ത് പീസ് കാർണിവൽ സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൽ റഹ്മാൻ അരിമല കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടെ അച്ചടക്കത്തോടെയും ആവശ്യത്തോടെയും കാർണിവൽ വിജയകരമായി. വ്യാപാര ഇടപാടുകളുടെ പ്രായോഗിക പരിചയം നൽകുന്നതിനായി വ്യാപാരികളുടെയും സംരംഭകരുടെയും സജീവ പങ്കാളിത്തം മേളയുടെ പ്രത്യേകതയായിരുന്നു. ഭക്ഷണ സ്റ്റാളുകൾ, കളിപ്പാട്ടങ്ങൾ, കരകൗശല വ്യാവസായിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വലിയ ശ്രദ്ധ നേടി. സ്റ്റാൾ മാനേജ്മെന്റ്, ഉപഭോക്തൃ സമ്പർക്കം, കണക്കുകൂട്ടൽ, വിൽപ്പന തന്ത്രങ്ങൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചു. സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമൽ ഉദ്ഘാടനം ചെയ്തു. It is about happiness, teamwork, creativity and spending beautiful moments together as one family.
Our students have worked very hard to organize stalls, games, food corners, and activities. Through this, they learn teamwork, responsibility, leadership, and confidence. I sincerely thank our respected parents for their dedication and guidance and their continuous support and encouragement. Without your help, this wonderful event would not be possible. Also, I appreciate our Principal Abdul Qadir for his hard work and strong leadership. Coordinator Abdul Rahman for his hard work and careful planning. Our other coordinators and all teachers for their dedication. Peace School staff members and Peace School staff students for their hard work in organizing this wonderful event. Your efforts have turned this campus into a place of joy and togetherness. Dear students, enjoy the games, taste the food, spread smiles everywhere, and create beautiful memories. Let this carnival fill our hearts with joy, laughter, and beautiful memories. ഐക്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് മേളയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സമാധാനം, സൗഹൃദം, ഐക്യം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പരിപാടിയായി കാർണിവലെന്ന് മുഖ്യാതിഥിയായെത്തിയ ബംഗളൂരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി ബഷീർ അഹമ്മദ് പറഞ്ഞു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവരുടെ കൂട്ടായ്മയാണ് വിജയത്തിന് പിന്നിലെ ശക്തിയെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അംഗം ഇല്യാസ് തുമിനാട്, വ്യവസായി അലിക്കുട്ടി ഹാജി, അഹമ്മദ് മാസ്റ്റർ, ഹനീഫ് ഷാർജ, ഡോക്ടർ മുഹമ്മദ് റമീസ്, നൂർജഹാൻ സ്വലാഹിയ, മുഹമ്മദ് ഹുസൈൻ, ഇസ്മായിൽ പാണ്ഡ്യാൽ, മുഹമ്മദ് ഹാജി എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അതിഥികളായി പങ്കെടുത്തു. തുടർന്ന് നടന്ന SKG വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ്, സാംസ്കാരിക പരിപാടികൾ, കരാട്ടെ പ്രദർശനം, ശാസ്ത്ര പ്രൊജക്ട് പ്രദർശനം, റേസർ ഷോ, പ്ലേ സോൺ, അറബിക് ഇസ്ലാമിക് സാംസ്കാരിക അവതരണങ്ങൾ എന്നിവയും മേളയെ ശ്രദ്ധേയമാക്കി. പഞ്ചായത്ത് അംഗങ്ങളും നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, നാട്ടുകാർ എന്നിവർ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്ത മേള വിജയത്തിന് സാക്ഷിയായി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഗുഡ്ഡെ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ 65ാമത് ഭജന മഹോത്സവം സംഘടിപ്പിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഗുഡ്ഡെ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ 65ാമത് ഭജന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ദീപപ്രതിഷ്ഠ ചടങ്ങുകളോടെയായിരുന്നു ഉത്സവത്തിന് തുടക്കം. തുടർന്ന് വിവിധ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജന സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ഗുഡ്ഡെ ശ്രീ മഹാലിംഗേശ്വര സനാതന ധർമ്മ പാഠശാല കുട്ടികളുടെ നൃത്തഭജന നടന്നു.
ക്ഷേത്രത്തിൽ നാഗത്തമ്പിലം, മഹാപൂജ, തുലാഭാരം, ദീപാരാധന, പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളും നടന്നു. രാത്രി കേളുഗുഡ്ഡെ അയ്യപ്പ ഭജന മന്ദിരം, അടുക്കത്ത് ബയൽ ശ്രീ സുബ്രഹ്മണ്യ ഭജന മന്ദിരം എന്നിവിടങ്ങളിൽ നിന്ന് കാഴ്ച സമർപ്പണം, മഹാപൂജ എന്നിവ നടന്നു. ചടങ്ങുകളിൽ സംബന്ധിക്കുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എരിയപ്പാടി കിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ച് എരിയപ്പാടി മദനുൽ ഉലൂം മദ്രസയിൽ നടത്തിയ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കിങ് സ്റ്റാർ ഏരിയപ്പാടിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ അസ്ഥിസാന്ദ്രത പരിശോധനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. രാവിലെ 9:30 ആരംഭിച്ച് 2:30 അവസാനിക്കേണ്ടിയിരുന്ന ക്യാമ്പ് കൂടുതൽ പേർ എത്തിയതിനാൽ വൈകുന്നേരം 4:45 വരെ നീണ്ടു. നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദന, സ്ത്രീരോഗം, പൈൽസ്, ഫിസ്റ്റുല, ആർത്രൈറ്റിസ്, സ്പോർട്സ് ഇഞ്ചുറീസ്, ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയ്ക്കായി 200-ലധികം ആളുകൾ ക്യാമ്പിലെത്തി ചികിത്സ തേടി. 183 ആളുകൾക്ക് സൗജന്യമായി എല്ലിന്റെ ബലക്ഷയ പരിശോധന നടത്തി. BP, ഷുഗർ പരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായിരുന്നു. കേരള ആയുർവേദ ആശുപത്രി മാനേജർ സി മണിയുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീരാജ് IP, ഡോക്ടർ ജയന്ത് ആചാര്യ, ഡോക്ടർ അനുരാധ, ഡോക്ടർ മനീഷ, ഡോക്ടർ റവീന R എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ കറുത്ത ഓർമ്മകൾക്ക് ഫെബ്രുവരി 14 7 വർഷം തികഞ്ഞു. ഓർമ്മ ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ജവാന്മാരെ ആദരിച്ച് അവരുടെ അമൂല്യമായ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രതിജ്ഞ ചെയ്യുന്നു. ഭീകരവാദവും മയക്കുമരുന്ന് ഉപയോഗവും സമൂഹം നേരിടുന്ന ഗുരുതര വെല്ലുവിളികളാണെന്നും മാനവരാശിയെ തന്നെ തകർക്കുന്ന ഈ ദുഷ്പ്രവണതകൾ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും സൗഹൃദവും സഹോദര്യവും എന്റെ ജീവിത മൂല്യങ്ങളാക്കി മാറ്റുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ വെച്ചുണ്ടായ ഭീകരാക്രമണത്തിന്റെ മായാത്ത കറുത്ത ഓർമ്മകൾ ബാക്കിയാക്കിയ സംഭവം നടന്ന് 2026 ഫെബ്രുവരി 14 7 വർഷം തികഞ്ഞു. രാജ്യത്തെ തന്നെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഓർമ്മ ദിവസത്തിൽ കാസർഗോഡ് ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ഭീകരാക്രമണ വിരുദ്ധ ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥം മാവുങ്കാലിൽ നിന്നും ആരംഭിച്ച് ഒടയഞ്ചാൽ, പരപ്പ, വെള്ളരിക്കുണ്ട്, എളേരിത്തട്ട് വഴി കുന്നുങ്കയിൽ ബൈക്ക് റാലി സമാപിച്ചു. ബൈക്ക് റാലി രാവിലെ 9:30 മാവുങ്കാലിലുള്ള സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് കാഞ്ഞങ്ങാട് DYSP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രണയം നമ്മൾ വിട്ടുകൊടുക്കണ്ട, കാരണം നമ്മൾ സന്ദേശത്തിൽ അതുണ്ട്. നമ്മൾ ലഹരിയെ വെറുക്കുക, ജീവിതത്തെ പ്രണയിക്കുക എന്നുള്ള ഒരു സന്ദേശം, അല്ലെങ്കിൽ നമ്മുടെ ഈ വിമുക്തി മിഷന്റെ രഘുവൊക്കെ പറയുന്ന പോലെ ജീവിതമാണ് ലഹരി എന്നൊരു സന്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ യാത്ര നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രം ഒരുപാട് ശത്രുക്കളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണിത്. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ട്. പുറത്തുള്ള ശത്രുക്കൾ നമ്മൾ നോൺ എനിമി എന്നാണ് പറയുക, അവരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അൺനോൺ ആയിട്ടുള്ള ശത്രുക്കളാണ്, നമുക്കറിയാത്ത ശത്രുക്കളാണ് നമ്മുടെ ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു പരിണത ഫലമാണ് 7 വർഷം മുമ്പ് ഇന്നേ ദിവസം നമുക്ക് 40 വീര സൈനികരെ നഷ്ടപ്പെടാൻ ഇടവരുത്തിയത്. അപ്പോൾ 2.5 ഫ്രണ്ട് ആയിട്ടുള്ള എനിമീസാണ് നമുക്കിപ്പോൾ. 2R എല്ലാവർക്കും അറിയാം, 0.5 എന്താണെന്ന് നമുക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു സന്ദേശ യാത്ര നടത്താൻ മുൻകൈയെടുത്ത KL-14 ഭാരവാഹികളെയും അതുപോലെ പ്രവർത്തകരെയും ഒരുപോലെ ആശംസിക്കുന്നു. സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശശിധരൻ E അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് കേണൽ ദാമോദരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി സജേഷ് K അനുസ്മരണ പ്രഭാഷണം നടത്തി.
ബിജു പി നായർ ഭീകര ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി ജയൻ പൊന്നൻ സ്വാഗതവും ട്രഷറർ വത്സരാജ് ടി വി നന്ദിയും പറഞ്ഞു. ബൈക്ക് റാലിക്ക് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് HSS കോടോത്ത്, ഗവൺമെന്റ് HSS പരപ്പ, സെന്റ് ജൂഡ് HSS വെള്ളരിക്കുണ്ട്, EK നായനാർ മെമ്മോറിയൽ ഗ്രന്ഥാലയം എളേരിത്തട്ട് എന്നിവിടങ്ങളിൽ NCC, SPC, NSS കുട്ടികളും നാട്ടുകാരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി. തുടർന്ന് വൈകുന്നേരം 5 മണിക്ക് കുന്നുങ്കയിൽ അവസാനിച്ച ബൈക്ക് റാലിക്ക് ലക്കി സ്റ്റാർ കുന്നുങ്കയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി. സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഉറങ്ങാതെ ഈ രാജ്യത്തെ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന സൈനിക വ്യൂഹത്തിന്റെ സംരക്ഷണയിലാണ് നമ്മൾ ശരിയായ നിലയിൽ ഉറങ്ങുന്നത്. നമ്മൾ കിടന്ന് നന്നായി ഉറങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി ഈ നാടിനെ കാവൽ നിൽക്കുന്ന സൈനികർ എത്രമാത്രം ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് നിർവഹിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ച് ബോധ്യപ്പെടാറില്ല. നമ്മൾ യഥാർത്ഥത്തിലൊരു സൈന്യത്തിൽ നിന്ന് ജോലിക്ക് അവധിയിൽ വരുന്ന ആളുകളുണ്ടാവാം, സൈന്യത്തിൽ നിന്ന് വിരമിച്ചു വരുന്ന ആളുകളുണ്ടാവാം. അവരെയൊക്കെ നമുക്ക് ഇവിടെ കണ്ട് ഉള്ള ഒരു അനുഭവവും അവരുടെ ഇതിൽ നിന്നുമൊക്കെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ എത്രമാത്രം ത്യാഗത്തോടുകൂടി മരം കോച്ചുന്ന തണുപ്പ്, അതുപോലെയുള്ള കാലാവസ്ഥയുടെ ഒരുപാട് പ്രയാസങ്ങൾ, ജീവൻ തന്നെ ഏത് സമയത്തും അപകടപ്പെട്ടു പോകാമെന്ന വളരെ ഏറ്റവും ക്രൈസിസ് നിറഞ്ഞ വിഷയങ്ങൾ, സംഭവങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് തീർച്ചയായും രാജ്യത്തിന്റെ അതിർത്തിയെ അവർ സംരക്ഷിച്ചു നിർത്തുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് ശശിധരൻ ഇ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനു PV, എളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീത രാജൻ, പരപ്പ ബ്ലോക്ക് മെമ്പർ ജോസ് ET, വെസ്റ്റ് എളേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ ഗീത K, ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സൗഭാഗ്യ KV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബിജു പി നായർ ഭീകര ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ജിനീഷ് KV സ്വാഗതവും ജോമോൻ ജോർജ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെസ്റ്റ് എളേരി പഞ്ചായത്ത് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സോൾജിയേഴ്സ് ഓഫ് KL14 മെമ്പർ സുജിത് കൃഷ്ണനെ ആദരിച്ചു. ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുട്ടികളുടെ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് അവതരണവും നടന്നു. തുടർന്ന് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരെ പുഷ്പാർച്ചന നടത്തിയും മെഴുകുതിരി കത്തിച്ചും അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നുങ്കൈ. കാസർഗോഡ് ഭഗവതി നഗർ മോരാശ്രീ ഐവർ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ നടന്ന ഗണപതി ഹോമം, കുലകൊത്തൽ ചടങ്ങുകളോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത്. രാവിലെ 7 മണിക്ക് നടന്ന ഗണപതി ഹോമം, കുലകൊത്തൽ ചടങ്ങുകളോടുകൂടി മോരാശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് കലവറ മുഹൂർത്തം, 7 മണിക്ക് ഭണ്ഡാര ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഭണ്ഡാരം എഴുന്നള്ളത്ത്, 7:30 കുട്ടികളുടെ നൃത്യങ്ങൾ, രാത്രി 8 മണിക്ക് കലശാട്ട്, രാത്രി 12 മണിക്ക് നടോതി ഉത്സവം എന്നീ ചടങ്ങുകൾ നടക്കും. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലും വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും. വിവിധ കോലങ്ങളും അരങ്ങിലെത്തും. സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് കാളപ്പുലിയൻ ദൈവം, പുലിക്കണ്ടൻ ദൈവം എന്നിവ അരങ്ങിലെത്തും. തുടർന്ന് പ്രസാദ വിതരണം നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് പുല്ലൂരാളി ദൈവം, പ്രസാദ വിതരണം, തുലാഭാരം ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നപ്രസാദം നടക്കും. വൈകുന്നേരം 6:30 പുല്ലൂർണൻ ദൈവം എഴുന്നള്ളത്തോടുകൂടി പുളിക്കൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പാട് നടക്കും. രാത്രി 7:30 നൃത്യങ്ങൾ നടക്കും. രാത്രി 8 മണിക്ക് മോരാശ്രീ ഐവർ ഭഗവതി മഹിളാ സംഘത്തിൻ്റെ കൈകൊട്ടിക്കളിയും 8:30 അന്നപ്രസാദവും, രാത്രി 11 മണിക്ക് പന്തൽ കല്യാണം, തിടമ്പ് എഴുന്നള്ളത്ത്, പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളും നടക്കും. പുലർച്ചെ 1 മണിക്ക് പൂമൂടി കാളിമാടം ചേർക്കൽ, പുലർച്ചെ 2 മണിക്ക് ഭണ്ഡാരം ക്ഷേത്രത്തിലേക്ക് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നീ ചടങ്ങുകളോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വികസന ജാഥ വേലാശ്വരത്ത് സമാപിച്ചു. സമാപന പരിപാടി MP ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. LDFിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ഡലം ജാഥകളിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം ജാഥകൾക്ക് സമാപനമായി.
ഇ ചന്ദ്രശേഖരൻ MLA ലീഡറും കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ഡെപ്യൂട്ടി ലീഡറും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ മാനേജറുമായ ജാഥ ഞായറാഴ്ച പുതുക്കയിൽ നിന്ന് ആരംഭിച്ച് ഒഴിഞ്ഞവളപ്പ്, കല്ലൂരാവി, അരയി, നെല്ലിക്കാട്ട്, കിഴക്കുങ്കര, വെള്ളിക്കോത്ത്, കൊളവയൽ, രാവണേശ്വരം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വേലാശ്വരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം CPIM മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ കേരളത്തിലെ അതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളെല്ലാം ഭരിച്ച് ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ അതിന്റെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്നവർ പുതുയുഗ യാത്ര നടത്തുന്നത് എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. ഏത് യുഗത്തിലേക്കാണ് ഇവർ പോകുന്നത്? 2011 മുതൽ 16 വരെ UDF ഭരിച്ച ആ കാലഘട്ടത്തിലേക്കാണോ കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് ഇവർ സംഘടിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ പുതുയുഗത്തിലേക്കുള്ള യാത്രയല്ല, കലിയുഗത്തിലേക്കുള്ള യാത്രയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. K. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, VV രമേശൻ, K. രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ 3.25 കോടിയിൽ 1 കോടി ജനങ്ങൾക്ക് നേരിട്ട് കേരള ഖജാനാവിൽ നിന്ന് പണം കൊടുക്കുന്ന സർക്കാരാണ്. 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 32 ലക്ഷം സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള, അപ്പോൾ 94 ലക്ഷം, 5 ലക്ഷം വരുന്ന യുവാക്കൾക്ക് അവർക്ക് തൊഴിൽ ലഭിക്കുന്നവരെ കൊടുക്കുന്ന സഹായം 99 ലക്ഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 കോടി ആളുകളായി. പിന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ വരെ കൊടുത്തവരെ വിദേശത്തയച്ച് പഠിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇ ചന്ദ്രശേഖരൻ MLA, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, VV രമേശൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, VK രാജൻ, ഷാലു മാത്യു, ഒക്ലാവ് കൃഷ്ണൻ, K. രാജ്മോഹൻ, PK നിശാന്ത്, KS കുര്യാക്കോസ്, PP രാജു, CK നാസർ, MP ജയേഷ്, ഉദിനൂർ സുകുമാരൻ, രാഹുൽ നിലാങ്കര, കുലേരി രാഘവൻ, P. അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻ കോടാട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബീഡി തൊഴിലാളികളുടെ PF ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട് ഭാരത് ബീഡി ഹെഡ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളികളുടെ PF ആനുകൂല്യങ്ങൾ യഥാവസരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് ഭാരത് ബീഡി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും എല്ലാം വന്ന വ്യവസ്ഥിതിയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് അന്തസ്സായി പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ്. തൊഴിലെന്ന് പറയുന്നത് പൊതുമേഖലയിലുണ്ടാകാം, സ്വകാര്യ മേഖലയിലുണ്ടാകാം. തൊഴിലുടമയായാലും തൊഴിലാളിയായാലും എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്. തൊഴിലുടമക്ക് പ്രത്യേക വ്യവസ്ഥയും തൊഴിലാളികൾക്ക് മറ്റൊരു വ്യവസ്ഥയും എന്നത് നമ്മുടെ ഭരണഘടനയിലില്ല. ഇന്ത്യൻ ഭരണഘടന തൊഴിലുടമയായാലും തൊഴിലാളിയായാലും എല്ലാവർക്കും ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ ഒരേ നിലയിൽ ജീവിക്കാനുള്ള അവകാശമാണ് വാഗ്ദാനം ചെയ്യുന്നത്. സമ്പത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ടാകും. തൊഴിലുടമയായതുകൊണ്ട് അവർക്ക് കൂടുതൽ സമ്പത്തുണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് സമ്പത്തിന്റെ ഉടമകളല്ല, പണിയെടുത്താനുള്ള കൂലി കിട്ടി ജീവിക്കുന്ന ആളുകളാണ്. KV കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു. P. ശാന്തകുമാരി, P. രാധ, T. കാര്യമ്പു, V. ബാലകൃഷ്ണൻ, T. ബാബു, VK ദാമോദരൻ, T. കുട്ടിൻ എന്നിവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവസുറ്റ മണൽ ശില്പങ്ങൾക്ക് മുന്നിൽ മൺചിരാത് തെളിയിച്ച് ശരത്ലാൽ കൃപേഷ് ഓർമ്മകൾ പുതുക്കി ജവഹർ ബാൽമഞ്ച് ജില്ലാ കമ്മിറ്റി. ശില്പി ദേവദാസും സംഘവുമാണ് ശില്പം ഒരുക്കിയത്. തിരമാലകളോട് കിന്നാരം പറഞ്ഞ മന്ദമാരുതന്റെ തലോടലേറ്റ മരക്കാപ്പ് കിടപ്പുറത്ത് പുഞ്ചിരി തൂകി നിന്ന കൃപേഷ് ശരത്ലാലിന്റെ മണൽ ശില്പങ്ങൾ കൂടി നിന്നവരിൽ ഓർമ്മകളുടെ വേലിയേറ്റമുണ്ടാക്കി. ശില്പി ദേവദാസും സംഘവും ഒരുക്കിയ ജീവസുറ്റ കൃപേഷ് ശരത്ലാൽ ശില്പങ്ങൾക്ക് മുന്നിൽ 7 മൺചിരാതുകളിൽ അഗ്നിജ്വാല പകർന്ന ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനമുള്ള കുട്ടികളെ, അതുപോലെ തന്നെ ബാലമഞ്ചിൻ്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ മോഹനൻ, അതുപോലെ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി PV സുരേഷ്, അതുപോലെ ഇവിടുത്തെ എല്ലാ പ്രാദേശികമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പേര് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും
ഇതിനുവേണ്ടി മുൻപ് ബാലജന സഖ്യം ജില്ലാ അധ്യക്ഷനായി രാജേഷ് ഇത് നടത്തിച്ചു കൊണ്ടുപോയിരുന്നു. അതുപോലെ ഇതിൻ്റെ ഇവിടുത്തെ ബാലജന സഖ്യവും അതുപോലെ തന്നെ ബാലമഞ്ച് അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കുഞ്ഞുങ്ങളെ ജവഹർ ബാലമഞ്ച് നമ്മുടെ മക്കൾ വളരെ കാലം മുമ്പ് തന്നെ അവിടെ കല്യോട്ട് തുടങ്ങി വളരെ പ്രവർത്തനം സജീവമായി, അതായത് കുട്ടികളെയൊക്കെ ആകർഷിക്കത്തക്ക രീതിയിൽ ഈ ബാലമഞ്ചിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവർ തന്നെ സ്വയം കണ്ടെത്തി എങ്ങനെയൊക്കെ കുട്ടികളിൽ ബാലമഞ്ചിൽ എത്തിക്കാം, ഈ ബാലമഞ്ച് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇവർക്ക് കൊണ്ട് സാംസ്കാരികമായും ഇവർ പൊതുപ്രവർത്തനത്തിലേക്കും എല്ലാ നല്ല സംശുദ്ധമായ നല്ല പ്രവർത്തനങ്ങളിൽ കുട്ടികളെ എത്തിക്കുക. ജില്ലാ ചെയർമാൻ അഭിലാഷ് കാമലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി PV സുരേഷ്, സംസ്ഥാന കോർഡിനേറ്റർ രാജേഷ് പള്ളിക്കര, മുൻ നഗരസഭാ ചെയർമാൻ V ഗോപി, വാർഡ് കൌൺസിലർ സുമതി ടീച്ചർ, ജില്ലാ ഭാരവാഹികളായ ധനേഷ് TP, രജിത രാജൻ, മനോജ് ഉപ്പിലിക്കൈ, കുട്ടിക്കൂട്ടം ജില്ലാ പ്രസിഡന്റ് മയൂഖ ഭാസ്കരൻ, അഭിജിത്ത് കല്യോട്ട്, സാനിയ K, PVS ഭാഗ്യലക്ഷ്മി, KK ബാബു, ജിബിൻ പയ്യന്നൂർ, ശരത് മരക്കാപ്പ്, ഷിഹാബ് കാർഗിൽ, സുധീന്ദ്രൻ B, MM നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജിബിൻ ജെയിംസ് സ്വാഗതവും ശ്രീജിത്ത് കോടൂത്ത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി തൂണുകളിലെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുവാൻ KCBL തയ്യാറാകണമെന്ന് COA കാസർഗോഡ് ജില്ലാ സമ്മേളനം. 2 ദിവസങ്ങളിലായി കാസർഗോട്ടാണ് സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനം, വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഓപ്പറേറ്റർമാർ പങ്കാളികളായി. മന്നിപ്പാടിയിലെ സന്ദേശിന്റേത് തൂങ്ങി മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത വ്ളോഗർ ചിന്നുപ്പാപ്പു എന്ന രേഷ്മയുടെ ആൺസുഹൃത്തായ സന്ദേശിനെ ഇന്നലെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പൈവളികെ പ്രദേശത്തെ മുഹമ്മദ് എന്ന വ്യക്തിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ ഹിയറിംഗ് നടത്തി. വ്യാജ പരാതിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ. കാസർഗോഡ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്നു. എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടിയമ്മ CH മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ റിപ്പബ്ലിക് വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഇവിടെ സമാപിച്ചു. ശിവരാത്രി ആഘോഷം. കാസർഗോഡ് ഗുഡ്ഡേശ്വരി മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ 65ാമത് ഭജന മഹോത്സവം സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.